പത്രോസും അപ്പസ്തോലൻ പൗലോസും നൽകിയ ദൈവവചനം വരമൊഴിയായി കേട്ടു വളർന്ന ഞങ്ങൾക്കിന്ന് ആനന്ദം ആനന്ദം, ഞങ്ങൾക്കിന്ന് ആനന്ദം ആനന്ദം ആനന്ദം, ഞങ്ങൾക്കിന്ന് ആനന്ദം. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ സ്നേഹമുള്ള ദൈവമക്കളെ, കഴിഞ്ഞ ശുശ്രൂഷയിൽ നാം കേട്ടത് നിത്യരക്ഷ പ്രാപിക്കാൻ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ദൈവം നമുക്കായി ഇനി ഒരുക്കിയിരിക്കുന്ന ദൈവവചനം നിത്യരക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം കാത്ത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ചാണ്. പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ നമുക്കത് ശ്രവിക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. കുരിശിൻ്റെ വചനം ഭോഷത്വമായി തോന്നുന്നവർ ആ വചനത്തെ സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ എതിർക്കാൻ സാധ്യതയുണ്ട്. പലതരത്തിലത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്, കാണാൻ സാധിച്ചിട്ടുമുണ്ട്. ഫിലിപ്പിയർ ലേഖനം 1:28 അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ട. ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത്. അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും അടയാളമാണത്. അതിനെക്കുറിച്ച് നമുക്ക് അതിൻ്റെ ഇണവചനങ്ങളൊന്ന് പരിശോധിക്കാം. ഫിലിപ്പിയർ ലേഖനം 1:28 നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടണം. യോഹന്നാന്റെ സുവിശേഷം 15:18 20 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ 15 18 വചനവും 20 വചനവും ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുൻപേ അത് എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുക. 20 പറയുവാണ്, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവിൻ. അവർ എന്നെ പേടിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എൻ്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും. അപ്പോൾ ഇതുവഴി നമുക്ക് ഏകദേശം നമ്മുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന എതിർപ്പിനെക്കുറിച്ച് നമുക്ക് മനസ്സിലായി കാണും. എന്താണ്? അവർ നമ്മളെ ദ്വേഷിക്കും, വെറുക്കും, ഈ ലോകത്തിലുള്ളവർ. അപ്പോൾ നമ്മെ ദേഷിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് കാരണം കൊണ്ടാണ് നമ്മളെ ദേഷ്യപ്പെടുന്നത്? അവർ യേശുക്രിസ്തു മുഖാന്തരമാണ്. യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ലോകത്തിലുള്ളവർ നമ്മൾ വെറുക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, അവരെന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കൂ. യേശുവിനെ പീഡിപ്പിച്ചത് ആരാണ്? നമ്മളതൊന്ന് ശരിക്കും മനസ്സിലാക്കണമെന്നല്ല. തൻ്റെ സ്വന്തം ജനമായിരുന്ന, താൻ ആരെ രക്ഷിക്കാൻ വേണ്ടി വന്നോ ആ ജനത്തെ പിശാച് കരുവാക്കി മാറ്റി, സാത്താൻ കരുവാക്കി മാറ്റി. അവരിൽ തിന്മ പ്രവൃത്തികൾ ചെയ്തിരുന്നതായ നീതിജ്ഞരിലൂടെയും ഫരിസേയ പ്രമാണികളിലൂടെയും പുരോഹിതന്മാരിലൂടെയും അവൻ കടന്നുകൂടി. ഈ പറഞ്ഞതായ കാര്യങ്ങൾ യേശുവിനുണ്ടായെങ്കിൽ നമുക്കും ഉണ്ടാകുമെന്ന് തന്നെയാണ് യേശു പറഞ്ഞത്. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ തീർച്ചയായും നിങ്ങളെയും പീഡിപ്പിക്കും. അതല്ല, അവരെൻ്റെ വചനം ശ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയും ശ്രവിക്കും. അപ്പോൾ അങ്ങനെയാണ്. നമ്മൾ അതിനോർത്ത് വിഷമിച്ചിട്ട് പരിതപിച്ചിട്ടൊന്നും കാര്യമില്ല എന്നാണ് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്തത്, ദൈവത്തിൽ നിന്നുള്ള ഒരടയാളമായിട്ടത് കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് പത്രോസിയ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. 1 പത്രോസ് 4:12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ, ഇതൊക്കെ അഗ്നിപരീക്ഷകളാണെന്ന് പത്രോസിയ പറയുന്നത്, അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അതിനോർത്ത് നമ്മൾ സന്തോഷിച്ചാൽ മതി. അപ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി നമ്മൾക്ക് അഗ്നിപരീക്ഷകളുണ്ടാവും. അതൊന്നും കണ്ട് നമ്മൾ പരിഭ്രമിക്കരുതെന്നാണ് പത്രോസിയ പറയുന്നത്. പിന്നെന്തുണ്ടാവും?
പീഡനങ്ങളുണ്ടാവും. അപ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നമ്മൾ അത്യധികം സന്തോഷിക്കാനുള്ള ഇട കർത്താവ് തരും നമുക്ക് എന്ന് ഒരു ഗ്യാരൻറ്റിയും കൂടി പത്രോസിയ പറയുന്നുണ്ട്. ഇതൊന്നും കണ്ട് പരിഭ്രമിക്കേണ്ടവരല്ല നമ്മൾ. ഇതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുക. ഇത് കണ്ട് നമ്മൾ ആഹ്ലാദിക്കാനാണ് പത്രോസിയ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആഹ്ലാദിക്കുന്നവരും ഈ പീഡകൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ചാണ് പത്രോസിയ പറയുന്നത്. അവർ ഭാഗ്യവാന്മാരാണ്. കാരണം എന്താണ്? മഹത്വത്തിൻ്റെ ആത്മാവോ ദൈവാത്മാവോ അവരിൽ വാസം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ അവർക്ക് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനൊക്കെ സാധിക്കുന്നത്. ദൈവാത്മാവ് ഇല്ലാത്തൊരു വ്യക്തിക്ക് മറ്റുള്ളവരിൽ നിന്ന് പീഡനങ്ങളും താടനങ്ങളും നിന്ദകളും അവമാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കാൻ സാധിക്കില്ല. ദൈവാത്മാവ് ഇല്ലാത്ത വ്യക്തിക്ക് അവനതിനെ റിയാക്ട് ചെയ്യും, അതിനെ എതിർക്കും. പക്ഷെ ദൈവാത്മാവ് ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കും, സൗമ്യതയോടെ അവരോട് പെരുമാറും. എന്തിനാണ് സഹോദര എന്നെ വേദനിപ്പിക്കുന്നത് എന്ന് ചോദിക്കാൻ പോലും അവർ നിൽക്കില്ല. കാരണം എന്താണ്? അവർക്ക് കിട്ടേണ്ട സമ്മാനം കിട്ടിയെന്നുള്ളത് ഓർത്ത് അവർ ഭാഗ്യവാന്മാരായി മാറി സന്തോഷിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കും ഇതേപോലുള്ള ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതേപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുക. കാരണം നമ്മൾ ഭാഗ്യവാന്മാരായി മാറുന്ന ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അത് കൃപ നമ്മളിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പ്രൈസ് ലോർഡ്. തുടർന്ന് നമുക്ക് വായിക്കാം. അവർക്ക് നാശത്തിൻ്റെയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്ക്? ഇത് ആര് മുഖാന്തരം ഉണ്ടാകുന്നു? നമുക്കുണ്ടാകുന്ന അധിക്ഷേപവും അഗ്നിപരീക്ഷകളൊക്കെ ആര് മുഖാന്തരം ഉണ്ടാകുന്നു അവർക്ക് നാശത്തിൻ്റെ അടയാളമായിരിക്കും എന്നാണ് പറയുന്നത്, പൗലോസ്ലിയ പറയുന്നത്. എന്താണത്? 2 തെസ്സലോനിക്ക 1:6-8 വരെയുള്ള വചനങ്ങൾ അത് പറയുന്നുണ്ട്. കർത്താവായ യേശു തൻ്റെ ശക്തരായ ദൂതന്മാരോട് കൂടെ അഗ്നിജ്വാലകളുടെ മധ്യ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ്. പിന്നെ പറയുവാണ്, അപ്പോൾ യേശു ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. അപ്പോൾ നമ്മളത് ഓർത്തിരുന്നാൽ മതി. തുടർന്ന് ഈ വിധത്തിൽ മുൻ പറഞ്ഞതുപോലെ പത്രോസിയ പറഞ്ഞ പോലെ അഗ്നിപരീക്ഷകളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന വ്യക്തികൾക്ക് ഇത് രക്ഷയുടെ അടയാളമാണെന്നാണ് കർത്താവായ യേശു പറയുന്നത്. ലൂക്കാസ് സുവിശേഷം 14:27 അത് പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം നമുക്ക്. സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ പറയുന്നതായ അഗ്നിപരീക്ഷകളും പീഡനങ്ങളും നിന്ദനങ്ങളും അവമാനങ്ങളെല്ലാം സ്വന്തം കുരിശാണ്. ഈ ജീവിതത്തിലുണ്ടാകുന്ന കുരിശാണ്. ചിലപ്പോൾ സ്വന്തം നമ്മൾ ഇഷ്ടപ്പെട്ട വ്യക്തികളിലൂടെ ആയിരിക്കും, നമ്മുടെ ഭാര്യയിലൂടെ ആയിരിക്കാം, മക്കളിലൂടെ ആയിരിക്കാം, ബന്ധുക്കളിലൂടെ ആയിരിക്കാം, മാതാപിതാക്കന്മാരിലൂടെ ആയിരിക്കാം, സ്നേഹിതന്മാരിലൂടെ ആയിരിക്കാം നമുക്ക് ഈ നിന്ദനങ്ങളോ അവമാനങ്ങളൊക്കെ കിട്ടുന്നത്. അതാണ് കുരിശ്. നമുക്ക് ഈ ലോകത്തിലുണ്ടാകുന്ന കുരിശ് എന്നുള്ളതാണ്. ഈ കുരിശ് വഹിക്കാൻ സാധിക്കാത്തവൻ ഒരിക്കലും ക്രിസ്തുവിൻ്റെ ശിഷ്യനാകില്ല. നിത്യരക്ഷയിലല്ല അവൻ നടക്കുന്നതെന്ന്. വേറെ ആരുടെങ്കിലും ശിഷ്യനായിട്ട് അവൻ മാറും എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. അടുത്തത് 1 കൊരിന്ത്യർ 3:11 മുതൽ 15 വരെയുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ രക്ഷ പ്രാപിക്കും. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. എപ്പോഴാണ് സ്ഥാപിച്ചതെന്ന് മത്തായി സുവിശേഷം 16:18 പറയുന്നുണ്ട്. മത്തായി 16:18 ഞാൻ നിന്നോട് പറയുന്നു, യേശു പത്രോസിയോട് പറയുവാണ്, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടില്ല. അപ്പോൾ കർത്താവായ യേശു താനാകുന്ന പാറമേൽ പത്രോസാകുന്ന പാറയും കൂടി കൂട്ടിവെച്ച് സഭ സ്ഥാപിച്ച്, തൻ്റെ സഭ സ്ഥാപിച്ച്, കർത്താവിൻ്റെ സഭ.
ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ സഭ, പള്ളി കർത്താവ് പണിത്. ഈ പള്ളിയെ കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. അതിന് പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കില്ലെന്ന് തുടർന്ന് പറയാണ്. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും. എന്താണ് ആ പറഞ്ഞത്? ചിലർ അവരുടേതായ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചിലർ ചെയ്യുന്നുണ്ട്. ഇതിന്മേൽ തന്നെ നിൽക്കും, പക്ഷേ അങ്ങോട്ട് മാറി നിന്നിച്ചും വേറൊരെണ്ണം അങ്ങോട്ട് തുടങ്ങും. അത് സ്വർണം കൊണ്ടായിരിക്കാം, ഒരു ആർഭാടതയിലായിരിക്കാം അത് തുടങ്ങുമ്പോൾ. അത് കുറേ കൂടി ലോവസ്റ്റ് ഗ്രേഡിലായിരിക്കാം തുടങ്ങുമ്പോൾ. ചെറുതായിട്ട് ഇങ്ങനെ ചർച്ചുകൾ ധാരാളം വന്നിട്ടുണ്ട്. ഇപ്പോൾ ലോകത്തിൽ ഏതാണ്ട് 2000-ഓളം സഭകളുണ്ടെന്നാണ് പറയുന്നത്. പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. കാരണം എങ്ങനെയാണ് വിളംബരം ചെയ്യണത്? കാരണം അത് വെളിവാക്കപ്പെടുന്നത് അഗ്നിയാലാണത് വെളിവാക്കപ്പെടുന്നത്. ഈ പറഞ്ഞതായ ഈ സഭകളെല്ലാം കർത്താവ് അഗ്നിയാൽ ശുദ്ധി ചെയ്യും. അഗ്നിയാൽ ശുദ്ധി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥതയ്ക്കോ സ്വാർത്ഥമോഹത്തിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള ലാഭേച്ഛയോടുകൂടിയാണ് ഈ സഭകൾ സ്ഥാപിച്ചിരുന്നതെങ്കിൽ അഗ്നി അത് വെളിവാക്കും. അഗ്നി എന്ന് ഉദ്ദേശിക്കുന്നത് രക്തമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കർത്താവിന് വേണ്ടി രക്തസാക്ഷ്യം വഹിക്കുന്ന എത്ര പേരുണ്ടെന്ന് കർത്താവ് പരിശോധിച്ചുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ പേരിൽ ത്യാഗം സഹിക്കാൻ, രക്തം ചൊരിയാൻ ആരെല്ലാം തയ്യാറെടുക്കുന്നുണ്ടോ അവരുദ്ദേശിച്ചാണ് ആ പറഞ്ഞത്. അഗ്നിയിലൂടെ എന്ത് ചെയ്യും? വെളിവാക്കപ്പെടുമെന്ന് പറഞ്ഞത്. കഴുത്തിൽ വാള വെച്ചും ചോദിക്കും, കർത്താവായ യേശുവിനെ നീ ദൈവമായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിന് കഴുത്തുണ്ടാവില്ല. അല്ലാത്തവനെ വെറുതെ വിടും. അവൻ്റെ പണി പരിശോധിച്ച് കഴിയും. അവൻ ആരായിട്ട് മാറും? പുറന്തള്ളപ്പെടും. സഭയ്ക്ക് പുറത്താണ് അവൻ. ഒരിക്കലും കർത്താവായ യേശുവിൻ്റെ ശിഷ്യനായിട്ടിരിക്കാൻ അവൻ സാധിക്കില്ല. സഭ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തു ശിഷ്യന്മാരുടെ കൂട്ടായ്മയാണ്. ക്രിസ്തു ശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരുണ്ടെങ്കിൽ എങ്ങനെ ശരിയാണോ ശിഷ്യ ആകുന്നത്? ആ ക്രിസ്തു ശിഷ്യന്മാരുടെ കൂട്ടായ്മയുടെ പേരാണ് ചർച്ച്. ആ ചർച്ചാണ് കർത്താവിൻ്റെ മണവാട്ടി. മണവാട്ടി കർത്താവിൻ്റെ വചനം അനുസരിക്കാത്തവരാണെങ്കിൽ കർത്താവ് കൂട്ടുമോ? കൂട്ടില്ല. മണവാട്ടി കർത്താവിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ പറ്റിയവളായിരിക്കണം, രക്തം ചൊരിയാൻ പറ്റിയവളായിരിക്കണം. അതാണ് അഗ്നി അത് വെളിവാക്കുമെന്ന് പറഞ്ഞത്. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. അത് തെളിയിക്കുകയും ചെയ്യും അഗ്നിയിലൂടെ. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാവും. സമ്മാനം കിട്ടുന്നത് എന്താണ്? അവൻ മണവാട്ടിയായിട്ട് പറന്നു പോകും കർത്താവായ യേശു എഴുന്നള്ളുമ്പോൾ. മത്തായി വിശേഷം 6-ാം അധ്യായം 1, 2, 3, 4 വചനത്തിൽ അത് പറയുന്നുണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പലരും ചർച്ചെല്ലാം പണിയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ പേരെടുക്കണം, സൽകീർത്തി ഉണ്ടാക്കണം, വമ്പനാകണം, കേമനാകണം, മിടുക്കനാകണം, എനിക്ക് മറ്റുള്ളവരൊന്നും പറയണത് അനുസരിക്കാൻ ഇഷ്ടമല്ല എന്നും പറഞ്ഞ് നമ്മൾ ഒറ്റപ്പെട്ട് വേറെ മാറി ജീവിക്കുന്നവരുണ്ട്. കർത്താവിൻ്റെ മണവാട്ടിയോട് ചേരാതെ, സഭയോട് ചേരാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, അത് സമൂഹത്തിൽ വിളങ്ങാനൊക്കെ വേണ്ടി, ഷൈൻ ചെയ്യാനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. പ്രതിഫലം എന്താണ്? യേശു ശിഷ്യനായിരിക്കില്ല. യേശു ശിഷ്യനായി തീരുക എന്നുള്ളതാണ് പ്രതിഫലം. യേശുവിന് ശിഷ്യനാകില്ല, മണവാട്ടിയായിട്ട് എടുക്കപ്പെടില്ല. പിന്നെന്താണ്? മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവേദികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. നിൻ്റെ ഭിക്ഷ എന്തായിരിക്കണം? കർത്താവിൻ്റെ വചനമായിരിക്കണം കൊടുക്കണം. നിനക്ക് ഭിക്ഷയായിട്ട് കിട്ടിയത് നീ മറ്റുള്ളവർക്ക് ദാനമായിട്ട് കൊടുക്കണം. തുടർന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. സത്യമായി നിന്നോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞ് ഈ കാഹളം മുടക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ദാനമായിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കാഹളം മുടക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിൻ്റെ സ്വർഗീയ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിൻ്റെ രഹസ്യം പിതാവും നീയും മാത്രമേ അറിയാൻ പാടുള്ളൂ. വേറൊരാൾ അറിയരുത്. വേറൊരാളോട് ആ രഹസ്യം പറയരുത്. നീ എന്താണ് ചെയ്യണതെന്നും എന്തിനു വേണ്ടി ചെയ്യുന്നെന്നും ഒരാളും അറിയരുത്. നിൻ്റെ സ്വർഗീയ പിതാവല്ലാതെ മറ്റൊരാളും അറിയരുത്. കർത്താവായ യേശുവിന് വേണ്ടി ജീവിച്ച് അവിടത്തേക്ക് വേണ്ടി മരിക്കണം. അവിടത്തേക്ക് വേണ്ടി നമ്മുടെ രക്ഷിച്ചവന് വേണ്ടി നമ്മുടെ തല കൊടുക്കണം. അപ്പോഴാണ്
പ്രതിഫലം പിതാവായ ദൈവത്തിന് നമുക്ക് ലഭിക്കുന്നു. തുടർന്ന് നമുക്ക് ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും, എങ്കിലും അഗ്നിയിലൂടെ രക്ഷ പ്രാപിക്കും. മത്തായി വിശേഷം 3:11 നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, സ്നാപകയോഹന്നാൻ പറയുക, അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമുക്ക് തരുന്നുണ്ട് യേശു ക്രിസ്തു. തുടർന്ന് അഗ്നിയാലുള്ള സ്നാനവും കൂടിയുണ്ട്. അഗ്നിയാൽ സ്നാനപ്പെടുമ്പോഴാണ് നമ്മളുടെ മാറ്റുരയ്ക്കപ്പെടുന്നത്. കർത്താവായ ദൈവത്തിന് വേണ്ടി നമ്മൾ രക്തം ചിന്താൻ തയ്യാറാകുമ്പോഴാണ് നമ്മൾ പേടിച്ച് വിറയ്ക്കുക, അല്ലെങ്കിൽ ദൈവത്തെ ഇട്ട് ചൂടിക്കളയുക എന്നെല്ലാം പരിശോധിക്കപ്പെടുന്ന സമയമാണത്. അഗ്നി പരീക്ഷ എന്നതിന് പറയുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുക. അവർ അഗ്നിയിലൂടെ രക്ഷ പ്രാപിക്കുകയും ചെയ്യും. എത്ര പാപം ചെയ്ത് ജീവിക്കുന്നവരാണ് കർത്താവിന് സാക്ഷിയായിട്ട് അവസാനം മാനസാന്തരപ്പെട്ട് അനുതപിച്ച് നിത്യരക്ഷയുടെ വചനം അറിഞ്ഞ് അവൻ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായാൽ അവൻ അഗ്നിയിലൂടെ രക്ഷ പ്രാപിക്കുന്നു തന്നെ ഇവിടെ പറയുന്നത്. സക്രിയ പ്രവചനം 12:8-9 ഇങ്ങനെ പറയുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ദേശവാസികൾ 2 നശിപ്പിക്കപ്പെടും. ലോകത്തിൽ 1 ശേഷിക്കും. ഈ 1 ഭാഗത്തെ വെള്ളി എന്ന പോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും. അഗ്നിശുദ്ധി വരുത്തും കർത്താവ്, വെള്ളിയെ ശുദ്ധി എടുക്കുന്ന പോലെ. പിന്നെന്താ പറയുന്നത്? സ്വർണം എന്ന പോലെ മാറ്റ് പരിശോധിക്കും. മാറ്റ് പരിശോധിച്ചിരിക്കും കർത്താവ്. സ്വർണത്തിൻ്റെ മാറ്റം എങ്ങനെ പരിശോധിക്കും? അഗ്നിയാലാണ്. അവർ എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ആരെ? ഈ അഗ്നിശുദ്ധി വരുത്തിയ വ്യക്തികൾ ആരായിരുന്നാലും അവർ കർത്താവായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ അവർക്ക് ഉത്തരമരുളും. അവർ എൻ്റെ ജനമെന്ന് ഞാൻ മറുപടി പറയും. കർത്താവ് എൻ്റെ ദൈവമാണെന്ന് അവരെ ഏറ്റുപറയുകയും ചെയ്യും. അങ്ങനെയാണ് നിത്യരക്ഷയിൽ എത്തിച്ചേരേണ്ടത്. തുടർന്ന് നമുക്ക് പത്രോസിയ തരുന്നതായ 1-2 വചനങ്ങൾ ശ്രദ്ധിക്കാം. 1 പത്രോസ് 1:5-9 വചനങ്ങൾ. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. യേശുവിനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. നമുക്ക് ആ ഭാഗത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12:1 അതിനെക്കുറിച്ച് പറയുന്നത്. ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അവസാന കാലങ്ങളിൽ ഉണ്ടാകും. എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിൻ്റെ ജനം മുഴുവൻ രക്ഷപ്പെടും. ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരുള്ള കർത്താവിൻ്റെ ജനം മുഴുവൻ രക്ഷ പ്രാപിക്കുന്നു. തുടർന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പ്രഭാഷകൻ്റെ പുസ്തകം 2:1-5 വചനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്നുവെങ്കിൽ പ്രലോഭനങ്ങൾ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിൻ്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. ദൈവത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിൻ്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. എന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. അടുത്ത വചനം നമുക്ക് കേൾക്കാം. അത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12:10 പറയുന്നതാണ് അതിനെക്കുറിച്ച്. ഈ മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഹേതുവായിത്തീരുന്നത് എങ്ങനെയാണെന്ന്. അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. കേരളത്തിലാണ്ട് 105ഓളം ധ്യാന കേന്ദ്രങ്ങളുണ്ട്. ഇന്നിപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. 105ഓളം ധ്യാന കേന്ദ്രങ്ങളുണ്ട് എൻ്റെ അറിവ്. ഇതിന് നടക്കുന്നത് എന്താണ്? തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടും എല്ലാവരും ഓടുവാണ്. ചിലർ ലാഭക്കണ്ണോടുകൂടി ഓടുന്നവരുണ്ട്. തന്നെ നിർമ്മലരാക്കാൻ വേണ്ടി ഓടുന്നവരുണ്ട്. വെണ്മയുള്ളവരാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവരവരെ നിർമ്മല ചിത്തരാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവരവരെ തന്നെ കൊണ്ട് ധ്യാന കേന്ദ്രത്തിൽ കൊണ്ട് കുടിയിരുത്തുന്നവരുണ്ട്. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ധാരാളം വ്യക്തികൾ ഇന്ന് കേരളത്തിലുണ്ട്. അവർ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാരാണ്, വൃതന്മാരാണ്. അങ്ങനെ ജീവിക്കുന്ന ധാരാളം സഹോദരങ്ങൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം.
അവർ യാതൊരു വിധ ലാഭയിച്ചോടുകൂടിയല്ല അവർ ജീവിക്കുന്നത്, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഈ പറഞ്ഞ വചനം അവിടെ പൂർത്തീകരിക്കപ്പെടുവാണ്. അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുള്ളവരാക്കി തീർക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, അവസാന കാലത്തിൻ്റെ പ്രത്യേകതയാണത്. തുടർന്ന് നമുക്ക് വായിക്കാം. യേശുവിനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണ്ണമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20:29 അതിനെക്കുറിച്ച് തോമാസ്ലിയോട് പറയുന്നൊരു ഭാഗം നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. യേശു തോമസിനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ നമ്മളെല്ലാവരും കാണാതെ വിശ്വസിച്ചവരാണ്. തോമാസ്ലിയോട് ഗോത്രത്തിൽപ്പെട്ടവരാണ് ഭാരതത്തിലുള്ള ക്രിസ്ത്യാനികളെല്ലാവരും. അത് ഏത് സഭയിൽപ്പെട്ടവരാണെങ്കിലും തോമാസ്ലിയുടെ ഗോത്രത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ആ വ്യക്തികൾക്ക് എല്ലാവർക്കും കർത്താവ് നൽകിയ ഏറ്റവും വലിയൊരു ഡിഗ്നിറ്റിയാണ് എന്ത്? അവർ കാണാതെ വിശ്വസിച്ച വ്യക്തികളാണ്. അവരെല്ലാവരും ഭാഗ്യവാന്മാരാണ്. നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരായിട്ടാണ് കർത്താവ് അന്നേ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവചിച്ചത്. നമ്മളെല്ലാം ഭാഗ്യവാന്മാരാണ്. അവർ സന്തോഷത്തിൽ മുഴുകും എന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. നമുക്ക് കർത്താവിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനും കേൾക്കാനും മറ്റുള്ള രാജ്യങ്ങളിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് കർത്താവിനെ അറിയാനായിട്ട് ധാരാളം വചനം നമ്മുടെ രാജ്യത്ത് ഒഴുകുകയാണ്. വചനത്തിൻ്റെ ഞാൻ പറഞ്ഞില്ല 105ഓളം വചന കൂടാരങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അതിലൂടെ ഒരുപാട് വചനം നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾക്ക് ഭാഗ്യവാന്മാരാണ്. കർത്താവ് പറഞ്ഞതിൻ്റെ ആ വചനം ഇവിടെ, ആ പ്രവചനം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കാം 9-ാം വചനം, 1 അധ്യായം 9-ാം വചനം. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6:47 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അതായത് നിത്യരക്ഷയുണ്ട്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാന ഘടകം അതാണ്. വിശ്വസിക്കുന്ന വ്യക്തിയാണോ നീ? യേശുവിൽ അദമ്യമായ അന്ധമായി കർത്താവായ യേശുവിനെ നീ വിശ്വസിക്കുന്നുണ്ടോ? അന്ധമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് പൂട്ടിയുള്ളതല്ല അവസ്ഥ. യാതൊരു വിധത്തിലുള്ള ഇത് വയ്ക്കരുത്, എന്താണ് ഡിമാൻഡ് വയ്ക്കാത്തൊരു വിശ്വാസം. അബ്രാഹാം വിശ്വസിച്ചതുപോലെ എല്ലാം ഉപേക്ഷിക്കുന്ന അവസ്ഥ, യേശുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് യേശുവിൽ മാത്രം വിശ്വസിക്കുന്ന അവസ്ഥ, ആ അവസ്ഥയ്ക്ക് നിരുപാധികം ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന അവസ്ഥ, ആ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുന്നാൽ നമുക്കെന്തുണ്ടാകും? നിത്യരക്ഷ, അതായത് നിത്യജീവനുണ്ടാകും. തുടർന്നുള്ള വചനം നമുക്ക് വായിക്കാം. ഹെബ്രായർക്കെതിരെ ലേഖനം 10-ാം അധ്യായം 37, 38, 39 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് വായിക്കും. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ, വരാനിരിക്കുന്നവൻ വരിക തന്നെ ചെയ്യും, അവൻ താമസിക്കുകയില്ല. ഹെബ്രായ ലേഖനം 9:28 പറയുന്നത്. യേശു വീണ്ടും വരും, പാവപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് വരുന്നത്. അടുത്ത വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഹെബ്രായർ 10:38. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ലും എസെക്കിയേൽ പുസ്തകം 18-ാം അധ്യായം 9-ലും പറയുന്നുണ്ട്. നമുക്കത് ശ്രദ്ധിച്ച് കേൾക്കാം. ജ്ഞാനം 3:1. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കില്ല. എസെക്കിയേലിൻ്റെ പുസ്തകം 18-ാം അധ്യായം 9-ൽ പറയുന്നു, നീതിമാൻ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു, അവൻ തീർച്ചയായും ജീവിക്കും, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ നീതിമാന് ദൈവം നൽകും. തുടർന്ന് വായിക്കാം നമുക്ക്. നീതിമാൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. അതിനെക്കുറിച്ച് തന്നെ എസെക്കിയേൽ പ്രവചനത്തിൽ 18-ാം അധ്യായം 24-ാം വചനത്തിൽ പറയുന്നുണ്ട്. നീതിമാൻ നീതിയുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് തിന്മ പ്രവർത്തിക്കുകയും ദുഷ്ടൻ പ്രവർത്തിക്കുന്ന മ്ലേച്ഛതകൾ തന്നെ ആവർത്തിക്കുകയും ചെയ്താൽ അവൻ ജീവിക്കുമോ? ഇല്ല. നീതിമാൻ ചെയ്തിട്ടുള്ള നീതിപൂർവകമായ പ്രവൃത്തികളൊന്നും പരിഗണിക്കപ്പെടുകയില്ല. അവൻ്റെ അവിശ്വസ്തയും പാപവും മൂലം അവൻ എന്നേക്കുമായി മരിക്കും എന്ന് തന്നെയാണ് വചനത്തിൽ പറയുന്നത്. തുടർന്ന് വായിക്കാം നമുക്ക്. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെക്കുറിച്ച് റോമാലേഖനം 8-ാം അധ്യായം 9, 10 വചനങ്ങളിൽ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. നീതിമാനായ കർത്താവേ, ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയ ഈ സത്യവചനങ്ങളാലേ ഞങ്ങളെ വിശുദ്ധീകരിച്ച് നിത്യരക്ഷയ്ക്ക് യോഗ്യരായ വിശ്വസ്തതയുള്ള നീതീകരിക്കപ്പെട്ട ഉത്തമ വിശ്വാസികളാക്കി മാറ്റാൻ അവിടുന്ന് കനിവുണ്ടാകണമേ. ഇതിനെതിരായുള്ള എല്ലാ പ്രവൃത്തികളിൽ നിന്നും ചിന്തകളിൽ നിന്നും വാക്കുകളിൽ നിന്നും ഞങ്ങളെ പരിശുദ്ധാത്മശക്തിയെ രക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ജീവിച്ചു വാഴുന്ന സർവശക്തനും അനന്തകാരുണ്യവാനുമായ കർത്താവായ യേശുവേ,
ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രൈസ് ലോർഡ്.